സ്കൂളിലേക്ക് ലഭിച്ച ലാപ്ടോപ്പുകളുടെയും പ്രൊജക്ടറുകളുടെയും വാറണ്ടി പീരീഡ് കഴിഞ്ഞതിനാൽ അതിൻ്റെ AMCയിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. AMC മുഖാന്തരമാണ് തുടർന്നുള്ള വർഷങ്ങളിൽ, അതായത് ഈ വർഷം ഒക്ടോബർ 1 മുതൽ നമുക്ക് സർവീസ് ലഭിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം നമുക്ക് AMCയിലേക്ക് ലോഗിൻ ചെയ്യാമെന്ന് നോക്കാം. മോസില ഫയർഫോക്സ് വെബ് ബ്രൗസർ തുറന്നു. അതിൻ്റെ അഡ്രസ് ബാറിൽ നമ്മുടെ സർവീസ് പോർട്ടലായ https://keltron.in എന്ന അഡ്രസ് നൽകി. https://keltron.in മുൻപ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ പരിചയമുള്ള വിൻഡോ തന്നെയാണിത്. ഇവിടെ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കുന്നെങ്കിലും ഈ ഭാഗമല്ല നമുക്ക് വേണ്ടത്. തൊട്ട് താഴെ കാണാം ലോഗിൻ ഫോർ AMC HS, HSS, VHSS, LP, UP എന്ന് കാണാം. ഈ സെക്ഷനാണ് നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി AMC മാനേജ്മെൻറ്റ് പോർട്ടൽ നമുക്കിവിടെ ഓപ്പൺ ആയി കിട്ടും. ഓക്കെ, ഇവിടെ യൂസർ നെയിമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഹൈസ്കൂൾ, LP, UP, ഹൈസ്കൂൾ എന്നിവയ്ക്ക് സമ്പൂർണ്ണ യൂസർ നെയിമും, ഹയർ സെക്കൻഡറിക്ക് HS ക്യാപ് ലോഗിനും VHSക്ക് VHS ക്യാപ് ലോഗിനുമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഡെമോ ചെയ്യുന്നത് ഒരു ഹൈസ്കൂളിൻ്റെ ലോഗിൻ ആയതുകൊണ്ട് ഇവിടെ സമ്പൂർണ്ണ യൂസർ നെയിമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ടൈപ്പ് ചെയ്യുന്നു. യൂസർ നെയിം അടിച്ചു കഴിഞ്ഞു. ഇനി പാസ്വേഡ് അടിക്കാം. അതിനുശേഷം ഏതാണ് ലോഗിൻ അത് ടിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ കാണിച്ചിരിക്കുന്ന ക്യാപ്ച അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ലോഗിൻ. പാസ്വേഡ് സേവ് ചെയ്യാനുള്ളൊരു മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ ഡോണ്ട് സേവ് കൊടുക്കും. അങ്ങനെ ലോഗിൻ ആയി കഴിഞ്ഞാൽ കാണുന്ന വിൻഡോ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ 2 ഓപ്ഷൻ ആയതിന് ഉണ്ടായിരിക്കുക. സെലക്ട് സ്കൂൾ ടൈപ്പ്. ഇത് UPയും LPയും ഉള്ള ഹൈസ്കൂളും ഉള്ളൊരു ഭാഗമായതുകൊണ്ട് തന്നെ പിന്നെ UP സെക്ഷനും HS സെക്ഷനും ഇവിടെ കാണിക്കുന്നുണ്ട്. UPയും ഹൈസ്കൂളുള്ളതുകൊണ്ട് UPയും ഹൈസ്കൂൾ സെക്ഷനും ഇവിടെ കാണിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി ഉണ്ട്. ഇത് ഈ ലോഗിൻ ഇത്രയേ ഉള്ളൂ. ഹയർ സെക്കൻഡറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി ലോഗിൻ HS ക്യാപ് ലോഗിൻ ആണെങ്കിൽ ഹയർ സെക്കൻഡറി സെക്ഷൻ മാത്രമായിരിക്കും ഇവിടെ കാണിക്കുക. VHS ക്യാപ് ലോഗിൻ ആണെങ്കിൽ VHS സെക്ഷൻ മാത്രമായിരിക്കും ലോഗിൻ ചെയ്യുക. UPക്കും ഹൈസ്കൂളിനും പൊതുവായിട്ട് സമ്പൂർണ്ണ ആയതുകൊണ്ട് ഇവിടെ 2 കാണിക്കും. ഞാനിത് HS സെക്ഷൻ എടുത്തു. സെക്ഷൻ നമ്മൾ കൃത്യമായിട്ട് എടുക്കണം. HS സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ HS സെക്ഷനിലേക്ക് നൽകിയ ലാപ്ടോപ്പുകൾ മാത്രമാണ് അവിടെ കാണുക. UP സെലക്ട് ചെയ്താൽ UP സെക്ഷനിലേക്ക് നൽകിയ ലാപ്ടോപ്പുകൾ അല്ലെങ്കിൽ പ്രൊജക്ടറുകൾ മാത്രമാണ് അവിടെ നമുക്ക് വിഷ്വലായിട്ട് കാണുക. അതിനുശേഷം ഏത് സ്കീമിലാണെന്നുള്ളത് ഉണ്ടോ. ഹൈടെക് HS ലാപ്ടോപ്പ് ഉണ്ട്. 30/9 വരെയുള്ള ലാപ്ടോപ്പുകൾ. അതിനുശേഷം 1/10 ശേഷമുള്ള ലാപ്ടോപ്പുകൾ. ഇത് 2 സെപ്പറേറ്റ് പറയാൻ കാരണം 1/10 ശേഷം പ്രൊജക്ടറിൻ്റെ ലാമ്പിനും കൂടി വാറണ്ടി ഉണ്ട്. ഓക്കെ, പിന്നെ എക്സാമ്പിളിന് HS ലാപ്ടോപ്പ് എടുത്തു. എന്നിട്ട് സബ്മിറ്റ് കൊടുത്താൽ ഇവിടെ കണ്ടോ, ഇതാണ് എൻ്റെ കംപ്ലയിൻറ്റ് പാനൽ. നമ്മളുടെ തുറന്നു കഴിഞ്ഞാൽ പോർട്ടലിൽ പാനൽ കിട്ടുന്നത്. ഇവിടെ നിന്ന് കൊടുത്ത കംപ്ലയിൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. പെൻഡിങ് ആണോ ക്ലോസ്ഡ് ആണോ തുടങ്ങിയ എല്ലാവിധ കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി പുതിയൊരു കംപ്ലയിൻറ്റ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? രജിസ്റ്റർ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏതാണ് ചോദിക്കും? പ്രൊഡക്റ്റ് ടൈപ്പ്. ഇപ്പോൾ ലാപ്ടോപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ലാപ്ടോപ്പിൻ്റെ ഉണ്ടായിരിക്കുക. പ്രൊജക്ടർ ആണെങ്കിൽ അത് കാണിക്കും. ദെൻ സെലക്ട് ഐറ്റം. അപ്പോൾ നമുക്ക് ഇതിൽ ഉൾപ്പെട്ടുള്ള സീരിയൽ നമ്പർ എല്ലാം ഇവിടെ കാണാം. ലാപ്ടോപ്പിൻ്റെ വേണ്ട സീരിയൽ നമ്പർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് ഇവിടെ കാണിക്കാം. അവിടെ വന്നിട്ടുണ്ട്. ഈ കൃത്യമായിട്ട് ഇതിൽ ലിസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ ഈ അതേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ കംപ്ലയിൻറ്റ് എന്താണെന്ന് കാണിക്കാൻ പറ്റും. ഓക്കെ, അല്ലാത്ത പക്ഷം നമുക്ക് ലിസ്റ്റ് ചെയ്ത സാധനമാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം നമ്മൾ ആരെയാണോ കോൺടാക്ട് ചെയ്യേണ്ട അയാളുടെ പേരും ഫോൺ നമ്പറും ഇവിടെ കൊടുക്കണം. അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും. ഈ സ്റ്റാർ മാർക്ക് ചെയ്തുള്ള എല്ലാ കോളങ്ങളും മാൻഡേറ്ററി ആണ്. അതുകൊണ്ട് എല്ലാം കൃത്യമായി പൂരിപ്പിച്ചിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ സർവീസ് പ്രൊവൈഡർ ആരാണോ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അവർ കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ സൈറ്റിലെ കൺസേൺഡ് മാസ്റ്റർ ട്രെയിനറുമായി കോൺടാക്ട് ചെയ്ത് ഈ കാര്യം അറിയിക്കേണ്ടതാണ്.